KFDC ലാഭത്തിലേക്കെന്ന് ലതിക സുഭാഷ്. പ്രതിസന്ധികളെ മറികടന്ന് KFDC ലാഭത്തിലേക്ക് നീങ്ങിയതായി ചെയർപേഴ്സൺ ലതിക സുഭാഷ് പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 2021-22 സാമ്പത്തിക വർഷത്തിൽ 13.21 കോടി രൂപ വിറ്റുവരവും 34 ലക്ഷം രൂപയുടെ ലാഭവും ലഭിച്ചു. 2022-23 വർഷത്തിലെ വിറ്റുവരവ് 31 കോടിയും ലാഭം 1 കോടിയുമാണ്. ശബരിമലയിൽ അരവണയ്ക്ക് ആവശ്യമായ ജൈവ ഏലക്ക KFDCയിൽ നിന്നും വാങ്ങാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചുവെന്നും നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ഇക്കോ ടൂറിസം മേഖലയിൽ 2 വർഷം കൊണ്ട് KFDCയിൽ കാര്യമായ പുരോഗതിയാണ് ഉണ്ടായത്. ഗവി ഇക്കോ ടൂറിസം സെന്ററിൽ 3 പുതിയ ലോഗ് ഹൗസുകളുടെയും ടെന്റുകളുടെ നിർമ്മാണവും പഴയ അതിഥി മന്ദിരങ്ങളുടെ നവീകരണവും പൂർത്തിയായതോടെ 58 പേർക്കുള്ള താമസ സൗകര്യം ഉണ്ടായിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. മൂന്നാറിലെ ഗാർഡനിൽ പോയ വർഷം റെക്കോർഡ് വിൽപ്പന നടന്നതും മീശപ്പുലിമലയിലും ആനയിറങ്കലിലും എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതും വരുമാനം മെച്ചപ്പെടാൻ സഹായകമായി. തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിൽ പുതിയ 5 ഹട്ടുകൾ പൂർത്തിയാക്കി സഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തതോടെ കൂടുതൽ പേർക്ക് താമസ സൗകര്യം ഒരുങ്ങി. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടുകൂടി നമ്മൾ ചെയ്യുകയുണ്ടായി. നേരത്തെ ഗസ്റ്റ് ഹൗസുകൾക്കും പുറമെ ഈ 5 ഹട്ടുകൾ കൂടെ വന്നപ്പോഴേക്കും അവിടെയും അതിഥികളെ യാത്രികരെയും താമസിപ്പിക്കാനുള്ള സൗകര്യം നമുക്ക് വർദ്ധിച്ചു. ട്രക്കിങ്ങിന് അതിമനോഹരമായ സ്ഥലമാണ് അരിപ്പയിലുള്ളത്. വാഗമണ്ണിലെ ഓർക്കിഡ് ഡയറിയോടനുബന്ധിച്ച് ഫ്ലോറികൾച്ചർ ഗാർഡൻ തുടങ്ങി. കുട്ടികൾക്കായി പാർക്ക് തുറന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിൽ പുഷ്പമേള നടത്തിയത് വൻ വിജയമായിരുന്നു. എല്ലാ വർഷവും വാഗമണ്ണിൽ പുഷ്പസസ്യ പ്രദർശനവും വിൽപ്പനയും നടത്തും. കോട്ടയം നാഗമ്പടത്തുള്ള KFDCയുടെ സ്ഥലത്ത് ഫോട്ടോഗ്രാഫർമാരുടെയും ചിത്രകാരന്മാരുടെയും പ്രകൃതിയും വനവുമായി ബന്ധപ്പെട്ട് സൃഷ്ടികൾ പ്രദർശിപ്പിക്കാനും വിൽപ്പന നടത്താനുമുള്ള ഗ്യാലറി നിർമ്മിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് വനവിഭവങ്ങളുടെ വിൽപ്പനയും ഇക്കോ ടൂറിസത്തിന്റെ പുരോഗതിയും ദ്രുതഗതിയിലാക്കുമെന്നും വനപരിപാലനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. പരിസ്ഥിതി പ്രവർത്തകർ, ചിത്രകാരന്മാർ, ഫോട്ടോഗ്രാഫർമാർ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവർക്കായുള്ള പഠന ക്യാമ്പുകളും മറ്റും KFDCയുടെ ഇക്കോ ടൂറിസം സെന്ററുകളിൽ സംഘടിപ്പിക്കാനുള്ള പ്രത്യേക പാക്കേജുകൾ തയ്യാറാക്കി നടപ്പിലാക്കുമെന്നും അവർ അറിയിച്ചു. KFDC മാനേജിംഗ് ഡയറക്ടർ ജോർജ് P. മാത്തച്ചൻ IFS, ഡയറക്ടർമാരായ KS ജ്യോതി, PR ഗോപിനാഥ്, അബ്ദുൾ റസാഖ് മൗലവി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മേഘദൂത് ന്യൂസ്, കോട്ടയം.